ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ 5 മണി 5:30 സമയമാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ രാവിലെ നേരത്തെ പോകണം കേട്ടോ. അപ്പോൾ ഒന്നും 5:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഈ പോണ ആളെ ബർത്ത്ഡേ ആണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. രാവിലെ എഴുന്നേറ്റപ്പം ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇന്നലെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അത് ശരി ഇന്നായിരുന്നു ആ ദിവസം എന്ന് ചോദിച്ചു. മൂപ്പർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഒരാഴ്ച മുമ്പ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ഇന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇന്നലെ എന്താ ഓർമ്മപ്പെടുത്താഞ്ഞെന്ന് ചോദിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓർമ്മപ്പെടുത്താഞ്ഞതാണ്. അങ്ങനെ എന്താണെങ്കിലും പിറന്നാളുകാരൻ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പിയും കുടിച്ച് കുളി കഴിഞ്ഞ് പണിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 5:30 ആകുമ്പോഴത്തേക്കും പോവും. അപ്പം അങ്ങനെ മുത്താറി വെച്ചിട്ടുണ്ട്. മുത്താറി പിന്നെ ഞാൻ പത്തിരിപ്പൊടി വെച്ചു. മഞ്ഞയിൽ പത്തിരിപ്പൊടി ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ട ഉണ്ടാക്കാൻ വയ്ക്കുന്നു. പത്തിരി ഉണ്ട എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം കേട്ടോ. നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ മഴ പെയ്യുമ്പോഴുള്ള സ്ഥിതി എന്ന് അറിയില്ല. നേരം വെളുത്ത് വരുന്നുള്ളൂ, അതുകൊണ്ടൊന്നും കാണൂല്ല ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ ആ പത്തിരിപ്പൊടി കുഴച്ച് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്തുണ്ടാക്കും, ഉണ്ട വേണോ പത്തിരി വേണോ. അങ്ങനെ അവസാനം ഉണ്ട തന്നെ ഉണ്ടാക്കാൻ തീരുമാനമായി കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വേഗം ഉണ്ട ഉണ്ടാക്കി വെച്ചു. പിന്നെ അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്താണ് നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് പണിയൊക്കെ കഴിയും കേട്ടോ. രാത്രിക്കത്തെ ലേശം മീൻ കറി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടുപ്പത്ത് വെച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടേ കുടു ഉറങ്ങി കിടക്കുന്നിടത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാനറിയാതെ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം കിടന്നു പോയി. കുടുവിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കിടന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് കണ്ടേ കിടന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ചേട്ടായിമാർ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ നേരം വെളുത്തു കേട്ടോ. നേരം വെളിച്ചം വന്നു തുടങ്ങി. തൽക്കാലം ഞാൻ ഉണ്ടയാക്കി കേട്ടോ. ഉണ്ടയാകുമ്പോൾ പിന്നെ ഇത് എല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ, അവൻ അവിടെ കിടന്ന് വന്നോളും. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ പിന്നെ അത് പരത്തി ചുടാൻ ഇവിടെ നിന്ന് വേണ്ടേ. എനിക്ക് അലക്കാനുള്ള അലക്കുമോ എന്തെങ്കിലും പണി എടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഉണ്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നോക്കട്ടെ. ചീരത്തോരൻ വെക്കാമെന്ന് ഓർത്ത്. നല്ല പച്ചച്ചീര ഉണ്ട്. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. മഴച്ചാറ്റിൽ കൊണ്ടാലിനി എന്താവും എന്നറിയില്ല. അങ്ങനെ മുറ്റത്തിൻ്റെ സൈഡിൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചീര കുറച്ച് തോരൻ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ചീര പറിച്ചിട്ടോ. ഒരുപാടൊന്നുമില്ല, കുറേ. പിന്നെ നല്ലപോലെ മഴ പെയ്തിട്ട് വെള്ളം കണ്ടില്ലേ, കിണർ നിറയാനായിട്ടുണ്ട് കേട്ടോ. ഇനി 2 റിങ്ങിൻ്റെ ഇതും കൂടിയുള്ളൂ, അപ്പോഴത്തേക്കും വെള്ളം പുറത്തേക്ക് ഒഴുകാനാവും കേട്ടോ. അപ്പോൾ അതുപോലെ വെള്ളം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചീര കുറച്ച് തോരൻ വെക്കാമെന്ന് ഓർത്തു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. കടിയായിട്ടില്ല. എല്ലാം ഒന്ന് വീഡിയോ പിടിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൈ പിടിച്ചിട്ട് വേണം, ഞാൻ തന്നെ പിടിച്ചിട്ട് വേണം. പിന്നെ മക്കളാരും എഴുന്നേറ്റിട്ടുമില്ല, അതുകൊണ്ട് ഇങ്ങനെ സ്വന്തം പിടിച്ചിട്ട് വേണം. പിന്നെ ചീര കൊണ്ടുവന്നൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ഞാൻ ഈ ചീരയിൽ കുറച്ച് ചുവന്ന ഉള്ളി അരിഞ്ഞിട്ടിട്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് പിന്നെ വറവിൽ വേവിക്കാനായിട്ട് ചെയ്യാം. കുറച്ച് തേങ്ങയും ചിരകിയിടും. അതൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ, ഇത് അരിഞ്ഞത് മാത്രമേ വീഡിയോയിലുള്ളൂ.
പിന്നെ എങ്ങനെയും രാവിലെ മാക്സിമം അലക്കാൻ നോക്കും കേട്ടോ. ഇല്ലെങ്കിൽ വൈകുന്നേരം വന്ന് അലക്കാൻ സമയം ഉണ്ടാവില്ല. 1 മണിക്കൂർ കൊണ്ട് അടുക്കളത്തെ പണികൾ തീർത്ത് കഴിയുമ്പോഴത്തേക്കും ട്യൂഷന് കുട്ടികൾ വരൂലേ. അപ്പോൾ വൈകുന്നേരം അലക്കാൻ സമയമില്ല. അതുകൊണ്ട് രാവിലെ എങ്ങനെയായാലും അലക്കുന്ന പണി രാവിലെ തീർന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അലക്കലും ബാക്കി പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് സമാധാനമായിട്ട് പോരാം. അപ്പോൾ അലക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു 15 മിനിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം 2-3-4 ദിവസമായി മുറ്റം അടിച്ച് വരിട്ട് ഒരു 3 ദിവസമെങ്കിലും എന്തായാലും മുറ്റം അടിച്ചിട്ട്. അപ്പോൾ ഒന്നാമത് പനിയായതിനു ശേഷം മുറ്റം അടിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ കേട്ടോ. അത്യാവശ്യമുള്ള ഭാഗത്ത് ഒരു ദിവസം അടിച്ചു വാരി അവിടെ വെള്ളം കയറി അന്ന് നന്നാക്കി എന്നല്ലാതെ പിന്നെ അടിച്ച് വാരിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുറ്റം എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ള സമയം കൊണ്ട് മുറ്റം അടിച്ച് വാരി കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും തന്നെ സമയം 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 8 മണിയായ പിന്നെ ഒന്നും നോക്കുകയേ വേണ്ട. കുടു ഇപ്പോഴൊക്കെ ഉറങ്ങുകയാണ്. കുടുവിനെ പിന്നെ വേണം എടുക്കുക. 8 മണിയാകുമ്പോഴാണ് സാധാരണ ഞാനൊരു 8-8:05 ആകുമ്പോഴത്തേക്കും കുടുവിനെ ഉണർത്തിയെടുക്കും. അങ്ങനെ നല്ല സോപ്പിട്ട് എടുത്തുകൊണ്ട് പോയി ബാത്റൂമിലേക്ക് നേരെ പോവും. പല്ല് തേച്ച് കുളിച്ചിങ്ങ് പോരാറാണ്. അങ്ങനെയാണ് ഉണ്ടാവല്. അഥവാ എന്തെങ്കിലും വാശിയൊക്കെ ആണെങ്കിലാണ് നല്ല സോപ്പിട്ട് ഇതാക്കേണ്ടി വരാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, അടിച്ച് വാരാനുള്ള വാരി. അപ്പോൾ ആദ്യക്കുട്ടനെ അവിടെ വെറുതെ നിൽക്കുന്നുണ്ടപ്പോൾ കേട്ടോ അവനോടൊന്ന് പിടിക്കടാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇവരോട് ഒച്ചയിടുന്നുമുണ്ട് കേട്ടോ. ആദ്യക്കുട്ടനോട് പിന്നെ പല്ല് വെക്കാൻ പറഞ്ഞിട്ട് പല്ല് വെക്കാൻ കുറേ സമയം എടുത്തു. കുളിക്കാൻ പെട്ടെന്ന് പോവാനുള്ളതിന് അവനവിടെ നിൽക്കും. അതുപോലെ മോനൂസാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ പണിയെടുക്കുമ്പോൾ അവനെ ഫോണെടുത്ത് ഞാൻ പറയും, ഫോണ് ഞാൻ പറയുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി, അല്ലാതെ ആവശ്യമില്ലാണ്ട് ഫോൺ എടുക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതേതായാലും വേണ്ടില്ല. അവൻ കുളിക്കാൻ കയറിയായിരുന്നു മോനൂസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുടം വെള്ളം കൊണ്ടുവരണം കേട്ടോ. നമ്മളിപ്പോൾ ഈ വെള്ളം ഞങ്ങൾ കുടിക്കലില്ലേ. അപ്പോൾ മുന്നത്തെ വീട്ടിൽ നിന്ന് ഒരു കുടം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആദ്യകൂട്ടം വേഗം കുടം എടുത്തുകൊണ്ട് ഓടിയിട്ടോ. ആദ്യകൂട്ടം പക്ഷേ എടുത്ത് തിരിച്ച് കൊണ്ടുവരാൻ വയ്യാത്തതുകൊണ്ട് മോനൂസ് പോയിട്ടോ. ഞാൻ പോയതല്ല, ഞാൻ അവനെ വിളിച്ച് ചെല്ലടാ അവൻ്റെ കുടം വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അടിച്ചു വാരി പകുതി ആയപ്പോഴത്തേക്കും അവർ വെള്ളമൊക്കെ അവർ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും വേണ്ട, നേരം വയ്യാനും വേണ്ടിയില്ല എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്തു, മൊത്തം അടിച്ചു വാരി കേട്ടോ. കുടുവിൻ്റെ കുളി കഴിഞ്ഞു. ഇനി ഉടുപ്പിടിക്കുക. ഉടുപ്പിട്ടിട്ട് അവിടെ നിൽക്കും. അമ്മ എടുക്കാം, കുഞ്ഞ് ഉടുപ്പിടുന്നിട്ട് അമ്മ എടുക്കാം. ഉടുപ്പിടട്ടെ. എടുക്കാം കേട്ടോ. ഒപ്പം എടുക്കേ. കിട്ടു മുത്താരി പിടിക്കാം. മുത്താരി അങ്ങനെ കഴിയില്ല. ഇനി കുടു അവിടെ ഇരുന്ന് ഉണ്ട തിന്നുമ്പോഴത്തേക്ക് അമ്മ മാറ്റട്ടെ കേട്ടോ. അമ്മ ഉപ്പ് മാറ്റണം. ചോറ് എടുത്ത് വെച്ചില്ല. ഇത് വേണോ? ഈ ഉണ്ടയാ വേണ്ട കുട്ടിക്ക്? അമ്മ മുറിച്ചിട്ട് തിന്നോ. ചേട്ടായിമാർക്കും എല്ലാവർക്കും കുഞ്ഞ് തിന്നോ കേട്ടോ. ആദിക്കുട്ടാ, ആദി സമയം 8:20 കഴിഞ്ഞു. വാ. പിന്നെ എനിക്ക് ഉച്ചക്കത്തേക്കുള്ളത് പിന്നെ വൈകുന്നേരം മക്കൾ ക്ലാസ് കഴിഞ്ഞിട്ട് അവർ ഇങ്ങോട്ടായിട്ട് വരിക, എൻ്റെ അടുത്തേക്കാണ് വരിക കടയിലേക്ക്. അപ്പോൾ അവിടേക്ക് ഞാൻ കൊണ്ടുപോയി വെക്കലാണ് ചായക്കടിയൊക്കെ. പിന്നെ വേഗം എന്ത് ചെയ്തു, ചായക്കടി അവർക്ക് വൈകുന്നേരത്തേക്കുള്ളത് എടുത്തു വെച്ചു, ഉച്ചക്കത്തേക്കെല്ലാം എടുത്തു വെച്ചു. അങ്ങനെ എല്ലാം ബാഗിലാക്കി. ആണോ? ചേട്ടായി കുടിച്ചുകൊണ്ട് തരാം കേട്ടോ. കുഞ്ഞ് വേഗം ഉണ്ടോ തന്നെ? തീർത്തോ? ഉണ്ടോ? ആദ്യക്കൂട്ടം തീർത്തു. മുത്താറി തീർത്തു. കുട്ടിക്ക് വേണോ? വേറെ എടുക്കണോ? അമ്മ വേറെ എടുത്തിട്ട് വരാം കേട്ടോ.
എന്നാ കുട്ടിക്ക് എന്നാ കുഞ്ഞിനെ എന്നാ മുറുക്ക പിടിച്ചോട്ടോ. ഇല്ല എടുക്കൂല കുഞ്ഞു തിന്നോ. കണ്ടോടാ കുടും എടുക്കനാ കണ്ടോ. ആ കുടു ജയിക്കും അത് തന്നെ. മെല്ലെ അങ്ങനെ മേത്ത് ചിന്തു. അയ്യോ മേത്താക്കല്ലേ. ഇല്ല ആരെ ജയിക്കുക കുടുവോ. ഇല്ല അവൻ കുടിച്ചോളും. ആരാ ജയിച്ചത് കുടുവാണോ ചേട്ടായി ആണോ? കുടു ജയിച്ചേ. കുടു ജയിച്ചു വരുമ്പോഴത്തേ അമ്മേനെ സമയം പോവോ? ഇല്ലല്ലോ. വേഗം തിന്നെ ആദ്യ കൂട്ടം നിന്ന് കഴിഞ്ഞില്ല. 15 മിനിറ്റ് ഉണ്ട്. എനിക്ക് മാറ്റാനുണ്ട്, വെള്ളം കുപ്പിയിലാക്കാണ്ട്, പാത്രം കുറച്ച് കഴുകാണ്ട്. അത്രേ ഉള്ളൂ. വേഗം തിന്നു ഞാ മതിയോ? അമ്മയെ കുഞ്ഞിന് ഉപ്പോണ് എടുക്കല്ലേടാ. നമ്മുടെ കുഞ്ഞ് എങ്ങനെ ഇച്ചന്നെ ഇതെങ്ങനെ ഇച്ചന്നെ തമ്മം പഞ്ഞോ. അത് അതിനകത്ത് ഇരുന്നോട്ടെ ആദ്യക്കൂട്ടാ. മിടുക്കൻ. രണ്ടാമത്തെ ക്ലാസ് മുത്താരും കുറ്റോ. ആ മിടുക്കൻ, ഗുഡ് ബോയ്. മിടുക്കനാട്ടോ. ഉണ്ട തിന്നായിരുന്നോ? ഇനി അമ്മ മുഖം കഴുകിത്തരാം. ഉടുപ്പ് തേക്കരുതേ. മതിയോ ഉണ്ട? ആ എന്നാ തിന്ന്. അമ്മയ്ക്ക് ഒരു കഷ്ണം തരുമോ? അയ്യോ സമയം. അങ്ങനെ അമ്മ തിന്നില്ല. അമ്മയ്ക്കൊരു ഉണ്ടോണ്ട. ഇതിനകത്തൊന്നുമില്ലേ? പഴം തേങ്ങ. എല്ലാവരും ചായ കുടി. ഞാൻ ചായ കുടിക്കുന്നില്ല. ഞാൻ തിന്നത് ഇരുന്ന് നിന്ന് നടന്നു കേട്ടോ തിന്നല്. എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം എന്നൊക്കെ പറയും. ഇരുന്ന് പോയിട്ട് നടന്ന് തന്നെ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എങ്ങനെ എന്തായാലും വേണ്ടില്ല, ഉണ്ട ഞാനും കഴിച്ചു കേട്ടോ. പിന്നെ പാത്രത്തിൽ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വന്നാലും കഴിക്കാമെന്നുള്ളൊരു ധൈര്യമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോരുമ്പോൾ ഇങ്ങനെ മാക്സിമം നിവൃത്തി എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഞാൻ പാത്രങ്ങൾ കഴുകാത്തിട്ടിട്ട് പോരാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്കത് കഴുകി വെച്ച് തുടച്ചിട്ട് പോരുകയാണെങ്കിലേ സമാധാനമുള്ളൂ കേട്ടോ. അപ്പോൾ അടുക്കളയിലെ പാത്രവും കഴുകി വെച്ച് സ്ലാവ് തുടച്ചിട്ടാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ. എന്നിട്ട് ഇവരാരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോയാൽ ആ വെള്ളവും ഉണ്ടാവും, ഗ്ലാസ്സും അവിടെ നിർത്തിയിട്ട് ഞാൻ ചീത്ത പറയും കേട്ടോ. പിന്നെ ചില ദിവസം പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ എത്തലൊന്നുമില്ല. ചില ദിവസം എല്ലാം നിരന്ന് പരന്നൊക്കെ ആയിരിക്കും പണിയെടുക്കുന്നത്. അത് ആ ദിവസത്തിൻ്റെ എന്തോ ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഏതായാലും വേണ്ടിയില്ല, ഒക്കെ കഴിഞ്ഞു. രാവിലെ പോരുമ്പോൾ മോട്ടറും അതുപോലെ തന്നെ കേട്ടോ. ഞാൻ ഇപ്പം മഴക്കാലം തുടങ്ങിയേരെ വൈകുന്നേരത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, രാവിലെ പിന്നെ മോട്ടർ അടിച്ച് ടാങ്ക് നിറച്ചിട്ടിട്ടേ പോരുള്ളൂ. കാരണം രാവിലെ അലക്കും കുളിയൊക്കെ എല്ലാവരുടെയും കഴിയുന്നതാണല്ലോ. അപ്പോൾ എല്ലാവരും കുളി അലക്കം കഴിയുമ്പോഴത്തേക്കും ടാങ്കിലെ വെള്ളം എന്തായാലും തീരാനാവും കേട്ടോ. പിന്നെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോരുന്നത്. അപ്പോൾ അതെന്തായാലും തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എന്തായാലും പോരുന്നതിന് മുമ്പ് ടാങ്ക് നിറച്ചിട്ടിട്ട് പോരും. അഥവാ മറന്നു പോകുന്ന ദിവസം അന്ന് വൈകുന്നേരം ചെല്ലുമ്പോൾ വെള്ളവും ഉണ്ടാവില്ല, കറണ്ടും ഉണ്ടാവില്ല. അങ്ങനെ ഇന്നത്തെ പണികളെല്ലാം രാവിലത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടോ. ഇറങ്ങുമ്പോൾ സമയം 8:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ 8:45 കയറേണ്ടത്. 8:45 ടൈം ഡ്യൂട്ടി അവർ പറഞ്ഞ ടൈമേ. പക്ഷേ ഞാനെങ്ങനെയാണ് 8:45 8:55 ആവും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സമാധാനം 8:55 ആയാലും ഞാൻ വൈകിട്ട് 5:30 ഇവിടെ സമയം. 6 മണി ആവാറുണ്ട് കേട്ടോ പോകുമ്പോൾ. അങ്ങനെയാണ് ഇവിടുന്ന് പോവാറുള്ളൂ. പിന്നെ ഇവരെ ഈ വരുന്ന വഴിയിൽ ഇവിടെ ഇറക്കി വിടും കേട്ടോ. നേരത്തെ വരുന്ന ദിവസം സ്കൂളിൻ്റെ അവിടെ കൊണ്ടുവിടും, വൈകുന്ന ദിവസം ഇവിടെ ഇറക്കി വിടും. ഇവരങ്ങോട്ട് നടന്നു പോവും. ഞങ്ങൾ ഇവിടുന്ന് നേരെ കടയിലോട്ട് പോരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ, ഒരു മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ
കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് തരിക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു താങ്ക് യു പറയൂ.